മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ ശൈത്യ ബിഗ് ബോസ് വീട്ടിൽ വന്ന് അനുമോളോട് സംസാരിക്കുന്ന സമയത്ത് അനുമോളോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നീ എന്നെ കട്ടപ്പ എന്ന് വിളിച്ചത്, ഏതെങ്കിലും ഒരു കാരണം പറ അതിന്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇവിടെ വൈൽഡ് കാർഡ് വന്ന സമയത്ത് എനിക്ക് വളരെ വ്യക്തമായി അവർ പറഞ്ഞു തന്നു നീ കട്ടപ്പയാണെന്ന്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറഞ്ഞാൽ അനുമോൾ ദേഷ്യത്തോടെ കുറേ കാര്യങ്ങൾ അനുമോളെ വിളിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ അനുമോൾക്ക് ലോണില്ല, അനുമോളുടെ അച്ഛന് സർജറി ഇല്ല, അതേപോലെ തന്നെ അവൾ വെറുതെ കള്ളം പറയുന്നതാണ്, കാറിന് ലോണില്ല, അവൾക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവൾ നമ്മളെ പറ്റിക്കുന്നതാന്നൊക്കെ പറഞ്ഞു. അതേ സമയത്ത് അനുമോൾ സരിക വന്നിട്ട് സംസാരിക്കുന്നുണ്ട്, അനുമോളെ നീ എന്താണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുന്നു പറഞ്ഞിട്ട് അനുമോൾ പറയുന്നുണ്ട്, ഇനി കുറച്ച് ദിവസമുള്ളൂ, 100 ദിവസം നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ വന്നത്. അതെൻ്റെ വലിയൊരു ആഗ്രഹം, 100 ദിവസം ഞാൻ നിൽക്കും, അതിനുശേഷം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഞാൻ പോകും, എനിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതും വാങ്ങിയിട്ട് ഞാൻ പോകും, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല, പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം. അവൾ എന്തൊക്കെയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ആ ദേഷ്യം വന്ന സമയത്ത് ദേഷ്യം വരുമ്പോൾ അവളുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് അവൾ വിളിച്ച് പറഞ്ഞത്. ഞാൻ ഇനി അവളോട് സംസാരിക്കില്ല, ഞാൻ ഇനി അവളോട് സംസാരിക്കാനേ ആഗ്രഹിക്കുന്നില്ല. ഞാനിവിടെ ആരോടും പറയാത്ത പല കാര്യങ്ങളുണ്ട്, ഞാൻ ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്. എനിക്ക് ഒരു 2 സർജറിയാണുള്ളത്, മൂക്കിൻ്റെ ഒരു സർജറി ഉണ്ട്, അതേപോലെ തന്നെ എൻ്റെ വയറിലൊരു സിസ്റ്റ് ഉണ്ട്, അതിൻ്റെ സർജറി ഉണ്ട്, അതേപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ സർജറി. ഈ 3 കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ വന്നത്. എനിക്ക് ഇറങ്ങിയ ഉടനെ തന്നെ അതെല്ലാം ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ ചേച്ചീൻ്റെ വീടിൻ്റെ ലോൺ ഉണ്ട്, അതേപോലെ തന്നെ കാറിൻ്റെ ലോൺ, അതൊക്കെ വീട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അവൾ എന്തൊക്കെയാണ് എന്നെ പറഞ്ഞത്, ഞാൻ ഇനി ശൈത്യനോട് ഒരിക്കലും മിണ്ടില്ല എന്നാണ് അനുമോൾ പറയുന്നത്.